ചങ്ങാതിമാരും തീപിടുത്തം കണ്ട് ഓടാൻ നിൽക്കരുത്. ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് വീട്ടിലെങ്ങനെ ഈസി ആയിട്ട് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ്റെ പീസ് എടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുക. അതിലേക്ക് നമുക്ക് ഒരു 3-4 ലെമൺ ജ്യൂസ് അങ്ങ് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടങ്ങ് ഒഴിച്ചു. ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇവിടെ കുറച്ച് പച്ചമുളക് ഇതുപോലെ ചതച്ചത് അങ്ങ് ഇട്ടു. എന്നിട്ട് ഇച്ചിരി ഉപ്പ് സ്നേഹത്തോടെ അങ്ങ് വാരി വിതറിക്കും. എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കണ്ടില്ലേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് മസ്റ്റാർഡ് ഓയിൽ, അതായത് കടുകെണ്ണ, അതും കൂടെ ഒഴിച്ച് ഇതുപോലെ അങ്ങ് നല്ലവണ്ണം അങ്ങ് ചിക്കനിൽ അങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിച്ചു. മസാല നല്ലവണ്ണം അങ്ങ് പിടിക്കട്ടാവത്തല്ലേ. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു. ശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നല്ല കട്ടത്തൈര്, വെള്ളമില്ലാത്ത കട്ടത്തൈര് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ലെമൺ ജ്യൂസ് 2 ലെമൺ മതി കേട്ടോ. ശേഷം ചാട്ട് മസാല ഒരു 2 സ്പൂണ്, ബ്ലാക്ക് സാൾട്ട് കണ്ടില്ലേ, കുറച്ച് ഗരം മസാല, കുറച്ച് ജീരക പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലെ 2-3 സ്പൂൺ അങ്ങ് ഇടുക. ശേഷം ഇച്ചിരി ചില്ലി പൗഡർ 1 സ്പൂൺ ഇടുക എരിവിന്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. മേത്തി കണ്ടില്ലേ, മേത്തി ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കും ഇതുപോലെ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വിസ്കിന് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നല്ല കുഴമ്പ് രൂപത്തിലങ്ങ് ആക്കിയെടുക്കുക. ചങ്ങാതിമാർക്ക് കടുകെണ്ണ ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. ശേഷം നമ്മൾ മസാല പിടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തിരുമ്മി പിടിപ്പിക്കുക. കണ്ടില്ലേ, നല്ല രീതിയിൽ അങ്ങ് മസാല ചിക്കനിൽ വരഞ്ഞു വെച്ചിരിക്കുന്നിടത്തൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചങ്ങാതിമാരുടെ ഒരു പ്രത്യേക താങ്ക് യു പറയാനുള്ളത്, കഴിഞ്ഞ എൻ്റെ മീറ്റർ ദോശ 1 മില്യത്തിന് മുകളിൽ കയറി. അതിന് പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കണ്ടില്ലേ, തന്തൂര് നല്ല തീയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. അതിലേക്ക് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കമ്പിയിലേക്ക് ചിക്കൻ അങ്ങ് കുത്തുക. അപ്പം നിങ്ങൾക്ക് തന്തൂരില്ലേലും നമുക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ, അതായത് കരി ഉണ്ടെങ്കിൽ ഈ കട്ട വെച്ച് കരി റെഡിയാക്കി എടുത്താൽ മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് ചാനലൊക്കെ. അതുപോലെ സെറ്റാക്കിയാലും ഒരു കുഴപ്പമില്ല. ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ കമ്പിയിൽ ഇങ്ങനെ കോർത്തെടുക്കുക. നല്ല ഭംഗിയായിട്ടങ്ങ് കോർത്തും കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് കോർത്തെടുക്കുക. അപ്പോൾ ഇവൻ ലെവലായിട്ടിരിക്കുന്ന സമയത്തേക്ക് നേരെ നമുക്ക് തന്തൂരടുപ്പിലേക്ക് ഈ സാധനം ഇറക്കാം. കണ്ടോ. എന്നിട്ട് ഇവനെ അങ്ങ് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അതിൻ്റെ അകത്ത് കുക്കാകാൻ സമയം കൊടുക്കണം. കുക്കായി സംഭവം റെഡിയായി വരുന്നുണ്ട്. നേരെ പൊക്കി എടുക്കാം. ഇപ്പം നല്ല മണം വരുന്നു കേട്ടോ. നല്ല സ്മോക്ക് ഫ്ലേവറും അതുപോലെ കൊതി വന്നിട്ട് രക്ഷയില്ല. ഇതുപോലെ നല്ലൊരു ഭംഗിയായ പ്ലേറ്റിലേക്ക് ഇവനങ്ങ് സെറ്റ് ചെയ്യുക. കൂടെ ഇച്ചിരി മിഞ്ചെണ്ണയും കൂടെ ഇങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, കണ്ടിട്ട് തന്നെ ചങ്ങാതിമാർക്ക് കൊതിയാവുന്നില്ലേ. അപ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. ട്രൈ ചെയ്യുക, പിള്ളേർക്കൊക്കെ അങ്ങ് കൊടുക്കുക. ഇതുപോലെ കൊണ്ടുവന്നങ്ങ് സെറ്റാക്കി നോക്കുക. കണ്ടില്ലേ, ഇത് പിള്ളേർ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരും. കണ്ടോ, സംഭവം വേറെ ലെവലേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും നല്ല നല്ല കമൻ്റൊക്കെ ഇടാനും വീട്ടിൽ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഈ അൽഫാമൊക്കെ മേടിച്ച് കൊടുക്കുന്നേക്കാളും നല്ല ഇങ്ങനെയുള്ള സാധനം വീട്ടിലുണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക. ഒന്നുമില്ല, നമ്മുടെ പിള്ളേരുടെ ആരോഗ്യം നല്ല രീതിയിൽ ഇരിക്കട്ടെ. അടുത്ത വെറൈറ്റി കുക്കിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കഴിക്കാൻ കഴിച്ചോ.